നിർമ്മാണം. ആ വളക്കൂട്ടുകളുടെ നിർമ്മാണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ചാണകമാണ് അതിനകത്ത് വരുന്നത്. അതിന് ജൈവ വളക്കൂട്ടുകൾ നിർമ്മിക്കുമ്പോൾ ഇത് നമ്മുടെ സാധാരണ കർഷകന്റെ പോക്കറ്റ് കീറാതെ നമുക്ക് സ്വന്തമായിട്ട് ചെറിയ തോതിലുള്ള ചെറിയൊരു തുക ചെലവാക്കിക്കൊണ്ട് ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമായി നമുക്ക് ഇഷ്ടം പോലെ കൃഷി ചെയ്യാൻ പറ്റുന്നതുമാണ്. നല്ലൊരു വളക്കൂട്ട് നിർമ്മിച്ചെടുക്കാം. അമൃതപാനി, ജീവാമൃതം, പിന്നെ വളച്ചായ, കളച്ചായ, ചാണകച്ചായ, ചാണകപ്പാല്, പുളിപ്പിച്ച ലായനികൾ, ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ്, പഞ്ചഗവ്യം, ദശഗവ്യം, അങ്ങനെ കുറേ രീതിയിലുള്ള വളക്കൂട്ടുകൾ നമുക്ക് നിർമ്മിക്കാം. അതിനകത്ത് അമൃതപാനി ഉണ്ടാക്കുന്ന രീതിയാണ്. ഇതൊക്കെ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അമൃതപാനി അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസമാണ് ജീവാമൃതത്തിലേക്കുള്ളത്. അമൃതപാനി എന്ന് പറഞ്ഞാൽ ചാണകവും ഗോമൂത്രവും ശർക്കരയും മതി. ഇത്രയുമാണ് അതിനകത്ത് മെയിൻ കണ്ടന്റ്. അത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു പാത്രം ഉണ്ട് എങ്കിൽ ഈ ശർക്കരയുടെ ഒരു പ്രത്യേകത അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ശർക്കരയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ശർക്കര സാധാരണ നല്ല കല്ല് പോലെയാണ് ഇരിക്കുക. എടുത്തു വെച്ച 10 മിനിറ്റിനുള്ളിൽ അത് ഉരുകി പോകുന്ന തരത്തിൽ, അതായത് അത് എടുത്തു വെച്ച ആകൃതി മാറി വേറൊരു ആകൃതിയിലേക്ക് വരണം. ആ രീതിയിലുള്ള പെട്ടെന്ന് പിന്നെ രൂപപാതം വരുന്നതാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ആണിവെല്ലം അല്ലെങ്കിൽ നാടൻ ഭാഷയും പറയുന്നതാണ് ആണിവെല്ലം, കരിപ്പോട്ടി ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. ചെറുതായിട്ടൊന്ന് അലുത്തെങ്കിലേ ഉള്ളൂ. നമ്മുടെ വാച്ചിൽ കറക്റ്റായിട്ട് 10 മിനിറ്റ് കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ഒരു എടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിൽ ഏത് പാത്രമാണ് എടുക്കുന്നത് ആ പാത്രത്തിന്റെ ഷേപ്പിലേക്ക് മാറും. നമ്മളൊരു വെള്ളം എടുക്കുന്നത് പോലെ അത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇതെടുത്ത് കോരി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ട പാത്രം കണ്ടില്ലേ, ആ പാത്രത്തിൽ ഇരിക്കുന്ന കാര്യമാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇത് 10 മിനിറ്റ് കൊണ്ട് ഷേപ്പ് ആവും. ഇതിലാണെങ്കിൽ മറ്റു കൂടുതൽ കെമിക്കൽ ഉണ്ട്. ശരിക്കും ഈ ടൈപ്പുള്ള ശർക്കരയാണ് ഉപയോഗിക്കാൻ എടുക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, അമൃതപാനി നിർമ്മിക്കാൻ വേണ്ടത് ചാണകം, ഗോമൂത്രം, ശർക്കര. ഈ ശർക്കരയല്ല, ഈ ശർക്കരയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് പാത്രം എടുക്കാം. സിമ്പിൾ പരിപാടിയാണ്. ഏറ്റവും എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ജൈവ വളക്കൂട്ടാണ്. നമുക്ക് കാത്തിരിക്കേണ്ടതില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമൃതപാനിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ശരിക്കും അമൃതപാനിയുടെ ഗുണം 48 മണിക്കൂർ കൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ജൈവ വളക്കൂട്ടാണ് ഇത് ഒരു വളർച്ച സഹായിയാണ്, അല്ലെങ്കിൽ വളരെ കൂടുതൽ എളുപ്പത്തിൽ വളർച്ചയെ സഹായിക്കുന്ന ഒരു ത്വരവും കൂടിയാണ്. ഇതിന് ഒരു പ്രത്യേകതയുള്ളത് രോഗനാശിനിയാണ്, ഒരു കീടവികർഷിണിയാണ്, വേര് വർദ്ധിനിയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ചു പറയുകയാണെങ്കിൽ ഒരു ജൈവ ടോണിക് എന്ന് പറയാം. ഇതിന് ആകെ 7 ദിവസമാണ് ഇത് ഉപയോഗിക്കാൻ എടുത്തു വെക്കാൻ പറ്റുന്ന സമയം. അതായത് ഉണ്ടാക്കുന്ന ദിവസം കൊണ്ട് 7 ദിവസത്തിനുള്ളിൽ ടോട്ടൽ ഉണ്ടാക്കാൻ എടുക്കുന്ന 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 ദിവസവും അതിന്റെ കഴിഞ്ഞിട്ട് വരുന്ന 5 ദിവസത്തിനുള്ളിൽ ഈ വളക്കൂട്ട് മണ്ണില് 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഉപയോഗിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാത്രത്തിലേക്ക് 10 ലിറ്റർ അല്ലെങ്കിൽ ഇതൊരു 15 തുടങ്ങി 20 ലിറ്റർ കൊള്ളുന്ന പാത്രമാണ്. ഇതിനകത്തേക്ക് 10 ലിറ്റർ കിണർ വെള്ളം. ഈ കിണർ വെള്ളം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും എളുപ്പം നമ്മൾ എന്ത് ചെയ്യും, ടാപ്പിലെ വെള്ളം എടുക്കും. അത് പഞ്ചായത്തിന്റെ വെള്ളമാണെങ്കിൽ അല്ലെങ്കിൽ കുടിവെള്ളമാണെങ്കിൽ അത് ഗവൺമെന്റ് സപ്ലൈ ആണെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതിനകത്ത് എന്തുണ്ടാവില്ല, നമുക്ക് ഉപകാരപ്രദമായ ഇതൊന്നിനും ഇല്ലാതെ, അതായത് രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ക്ലോറിൻ, ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇട്ടിട്ടാണ് വരിക. അത് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളവും ബ്ലീച്ചിങ് പൗഡർ ഇട്ട വെള്ളവുമാണ്, അണുയുക്തമാക്കിയ വെള്ളമാണ്. അതിനകത്ത് അണുക്കളൊന്നും പ്രവർത്തിക്കില്ല. ദയവ് ചെയ്ത് ആ വെള്ളം എടുത്ത് നേരത്തെ പറഞ്ഞ പശുവിന്റെ ചാണകവും ഗോമൂത്രവും ഒക്കെ എടുത്താൽ അതിന്റെ പവർ, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന വളത്തിന്റെ ഗുണമേന്മ അത് 50% തന്നെ നഷ്ടപ്പെട്ടു, 50% താഴെയായി. അപ്പൊ നല്ല കിണർ വെള്ളം എടുക്കുക, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത്, നമ്മൾ എടുക്കുന്ന ചാണകം നാടൻ പശുവിൻ്റെതാണെങ്കിൽ ഉത്തമം. നാടൻ പശുവിന് 21 ഗുണങ്ങളും 22 സദ്ഗുണങ്ങളും അടങ്ങിയതാണ് ഒരു നാടൻ പശുവിന്റെ പ്രത്യേകത. മറ്റ് ജേഴ്സി സിന്ധി ഇനത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ പെർസെൻറ്റേജ് ശരിക്കും കുറവായിരിക്കും. അതായത് 1 ഗ്രാം നാടൻ പശുവിന്റെ ചാണകത്തിൽ 300 തുടങ്ങി 500 കോടി അണുക്കളാണ് ഉണ്ടാവുക. രണ്ടാമത്, നമ്മുടെ ജേഴ്സി സിന്ധി ഹൈബ്രിഡ് പശുവിൻ്റെ ആണെങ്കിൽ 50 തുടങ്ങി 70 കോടി അണുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചാണകം എന്ത് ചെയ്യുന്നു, ചാണകം നമ്മൾ നാടൻ പശുവിന്റെ എടുക്കുന്നത് ഉത്തമം. ഇനി അതൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഓടുകയൊന്നും വേണ്ട. ഇനി സാധാ പശുവിൻ്റെ കിട്ടാനുള്ളൂ എങ്കിൽ അത് നല്ല. എന്നാൽ ഈ നാടൻ പശുവിന് പെല്ലറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ദയവേത് അതിന്റെ ഗുണം ലഭിക്കത്തില്ല. ഓക്കെ, നാടൻ പശുവിന്റെ ചാണകം
നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പാത്രത്തിലേക്ക് കിണർ വെള്ളം ഒരു 10 ലിറ്റർ എടുത്ത് വയ്ക്കുക. ചാണകം എടുത്ത് അത് തൂക്കാനും പിടിക്കാനും ഒന്നും പോകണ്ട. ചിലപ്പം വേറെ ക്ലാസ്സുകളിൽ നിങ്ങൾ 1 കിലോ ചാണകവും 1 ലിറ്റർ ഗോമൂത്രവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ കെയർ ചെയ്യേണ്ട വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത്രയും നിങ്ങൾ ആക്യുറസി ആയിട്ട് എടുക്കാൻ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചാണകം കിട്ടിയാൽ ആ സ്പോട്ടിൽ തന്നെ, അതായത് നിലത്ത് വീഴാതെ പിടിച്ച് വെള്ളത്തിൽ കലക്കണം. അതായത് നിലത്ത് വീഴുന്നതോടുകൂടി അതിനകത്തുള്ള അണുക്കൾ അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിലത്ത് വീഴുമ്പോൾ ഉണ്ടാകുന്നത് അതിന്റെ എണ്ണം കുറയുന്നു. ആ 300 കോടി 500 കോടി എന്നുള്ള ആൾക്കാർ പുറത്തേക്ക് പോവാണ്. ഉണക്കുമ്പോൾ ഇത് വീണ്ടും കുറയുകയാണ്. അതുകൊണ്ടാണ് ജൈവവളക്കൂട്ടുകൾ നിർമ്മിക്കുമ്പോൾ ചാണകം ഒരിക്കലും എന്ത് ചെയ്ത് ഉണക്കും തോറും അതിന്റെ ഇത് നഷ്ടപ്പെടുകയാണ്, വളക്കൂട് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പച്ചയ്ക്ക് എടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആ ഫ്രഷ് ആയിട്ടുള്ള ചാണകവും, ഒരു ട്രിപ്പ് കിട്ടുന്ന ചാണകം അത് അളക്കണ്ട, പച്ച ഇതിലേക്ക് ഒറ്റ ട്രിപ്പ് ഒരു നേരം കിട്ടിയത് അത് അതിനകത്തേക്ക് ഇട്ട് ഇളക്കുക. പിന്നെ ഗോമൂത്രവും ഇളക്കുക. ഇത് കൃത്യമായിട്ട് ഒരു നല്ല ക്ഷീരകർഷകനാണെങ്കിൽ പശു എപ്പോഴൊക്കെയാണ് ചാണകവും മൂത്രവും ഒഴിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ഇതാക്കാം. എങ്ങനെയാണ് അതിന്റെ ആവശ്യമായ വസ്തുക്കൾ നമ്മൾ പറഞ്ഞു. നമുക്കൊരു 10 ലിറ്റർ കൊള്ളുന്ന ഒരു 15 ലിറ്റർ കൊള്ളുന്ന പാത്രം വേണം. അതാണ് നമ്മൾ മുമ്പിലിരിക്കുന്നത്. അതിനകത്തേക്ക് 10 ലിറ്റർ വെള്ളം ഒഴിച്ചു. ഗോമൂത്രം കിട്ടിയതും അതുപോലെ തന്നെ ചാണകവും ഇട്ടു. ഇത് 48 മണിക്കൂർ 2 ദിവസം, എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 3 നേരം ഇളക്കിയാലും കുഴപ്പമില്ല. പ്രദക്ഷിണ ദിശയിൽ ഇളക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു മാഗ്നറ്റിക് പവർ ഭൂമിയുമായിട്ടുള്ളത് കൊണ്ട് അതിന് പവർ വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ആ ഇത് ഇളക്കിയതിന് ശേഷം 48 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഗുണമേന്മകൾ എല്ലാം കിട്ടും. അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇതൊരു ജൈവ ടോണിക്കാണ്, ഇതൊരു രോഗനാശിനിയാണ്, ഒരു കീടവികർഷിണിയാണ്, ഒരു വേര് വർദ്ധിനിയാണ്. അപ്പോൾ ഈ ഗുണങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഇത് ഉപയോഗിക്കാം. ഇതിനകത്ത് ആകെ 3 ഘടകങ്ങളെ വന്നിട്ടുള്ളൂ. ഒന്ന് ചാണകം, ഒന്ന് ഗോമൂത്രം, മൂന്നാമത്തത് നമ്മൾ പറഞ്ഞ ശർക്കര, പ്രത്യേക ടൈപ്പുള്ള ശർക്കര. ഓക്കെ, ഇനി അതിനകത്ത് രണ്ടാമത്തെ ഇതിലേക്ക് കടക്കുവാണ്. നമ്മുടെ പാലേക്കറാണ് ജീവാമൃതം എന്ന് പറഞ്ഞത്. അതായത് അമൃതപാനിന് ചെറിയൊരു ടിസ്റ്റുള്ള ഇതാണ്. പാലേക്കറാണ് ഈ സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിന്റെ വിജ്ഞാതാവ്. അദ്ദേഹത്തിന്റെ ഇതിൽ വരുന്ന കൃഷിയെടുത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറയുന്നത് ജീവാമൃതത്തെ പറ്റിയാണ്. ഈ ജീവാമൃതം ഉണ്ടാക്കാൻ ഉള്ള എല്ലാ വിദ്യകളും അദ്ദേഹം പറയുന്നത് നാടൻ പശുവിന്റെ ചാണകം, അത് കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഇതാണ് 35, അതായത് ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ 35 ഏക്കറിന് വേറെ വളം ഒന്നും വേറെ എവിടെ നിന്നും വാങ്ങി അവരുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോകേണ്ട. ഈ ജീവാമൃതം ബാക്കിയുള്ളതും, അതായത് പഞ്ചഗവ്യം, ദശഗവ്യം തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കി ആ പശുവിന്റെ ചാണകവും ഗോമൂത്രവും ബാക്കിയുള്ളതുമായിട്ടുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവും. അപ്പം ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമുക്ക് ജീവാമൃതം തയ്യാറാക്കുമ്പോൾ അമൃതപാനിന് ലൈറ്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേണ്ട ആവശ്യമായ വസ്തുക്കൾ ഇത് വിവിധ തോതുകളിലുണ്ട്. പശുവിന്റെ ചാണകം, ഗോമൂത്രം, ശർക്കരപ്പൊടി, ഇരട്ടപ്പരിപ്പുള്ള പയറ്, കന്നിമണ്ണ്, അതാണ് ആൽമരത്തിന്റെ, അതായത് വിഷാംശങ്ങളൊന്നും അടിക്കാത്ത മണ്ണ്, രാസവസ്തുക്കളൊന്നും, അതായത് രാസവളവോ രാസവളവോ കീടനാശിനിയോ ഒന്നും അടിക്കാത്ത സ്ഥലത്തെ മണ്ണ്, അതായത് വനമണ്ണ് വരാം, അല്ലെങ്കിൽ കന്നിമണ്ണ് വരാം. അത് 200 ലിറ്ററിലുള്ള പ്രിപ്പറേഷന്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ചാണകം, ഗോമൂത്രം, നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ശർക്കരയ്ക്ക് പകരം മറ്റേ ശർക്കരയാണെന്ന് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇത് കന്നിമണ്ണ്, ഇത് ഇരട്ടപ്പരിപ്പുള്ള പയറിന്റെ പൊടി. ഇത് വെച്ചിട്ട് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ മൺപാത്രങ്ങളിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ ഉണ്ടാക്കാം. 10 കിലോ ചാണകവും 10 ലിറ്റർ ഗോമൂത്രവും ഇതൊക്കെ അളന്നെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത് നേരത്തെ പറഞ്ഞ ഓർക്കുന്നുണ്ട്. നിങ്ങൾ കിട്ടുന്നത് അപ്പൊ തന്നെ ഇത് ഇടുന്ന, ഇച്ചിരി നഷ്ടപ്പെട്ടു പോയാലും കുഴപ്പമില്ല, അത് മൾട്ടിപ്ലൈ ചെയ്യാം. തന്നെ 200 ലിറ്റർ വെള്ളം, 2 കിലോ ശർക്കര, 2 കിലോ നേരത്തെ പറഞ്ഞ ഇരട്ടപ്പരിപ്പുള്ള പയറിൻ്റെത്, പിന്നെ ഒരു പിടി മണ്ണ്, അത് 1-2 കിലോ ആയാലും കുഴപ്പമില്ല. പ്ലാസ്റ്റിക് പാത്രത്തിൽ 200 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയും. അതിന്റെ ചെറിയ തോത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ 200 ലിറ്റർ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാനില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഇതും 10 ഇരട്ടി വെള്ളം ചേർത്ത് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. അപ്പം ജലസേചനത്തിന് പകരമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതില് നമുക്ക് ചെറിയ രൂപത്തിലാണെങ്കിൽ ഒരു 750 ഗ്രാം ചാണകം, ഒരു 750 മില്ലി ലിറ്റർ ഗോമൂത്രം, ശർക്കര ഒരു 100 ഗ്രാം, കടല മാവ് എന്ന് പറയുന്നത്, അതായത് മുതിരയോ കടലയോ ചെറുപയറോ വൻപയറോ ഇതിന്റെയൊക്കെ ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഒരു പിടി കന്നിമണ്ണ്, ഒരു 15 ലിറ്റർ കൊള്ളുന്ന പാത്രത്തിൽ നേരത്തെ പറഞ്ഞ 10 ലിറ്റർ വെള്ളം ഇത് അങ്ങോട്ട് എടുത്തിട്ട് കലക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ അതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 10 കിലോ
ചാണകം പറ്റും. 10 കിലോ മൂത്രം വെച്ചിട്ടുള്ള ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിൽ 10 ലിറ്റർ കൊള്ളുന്ന വെള്ളത്തിൽ നമ്മൾ ആ ചെറിയ ഡോസ് ആണ് ഇപ്പൊ പറയുന്നത്. 10 ലിറ്റർ വെള്ളത്തിലേക്ക് 750 ഗ്രാം ചാണകം, 750 മില്ലി ലിറ്റർ ഗോമൂത്രം, 100 ഗ്രാം ശർക്കര, 100 ഗ്രാം കടലമാവ് എന്നിവ നന്നായിട്ട് ചേർത്ത് ഇളക്കി അതിനകത്തേക്ക് ഒരു പിടി കന്നിമണ്ണും ചേർത്ത് ഇതാക്കുക. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 2 ദിവസം ആകുമ്പോഴത്തേക്ക് ആകും. വേണമെന്ന് ചിലർ അത് 7 ദിവസത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുകയാണ്. ഇനി ഒരു ജീവാമൃതത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ശരിക്കും സൂക്ഷ്മാണുക്കളുടെ കോളനിയുടെ ആണ് അസോസ്പൈറിലം, PSM, അതുപോലെ തന്നെ സൂഡോമോണസ്, ട്രൈക്കോഡെർമ, ഈസ്റ്റ്, പൂപ്പ്, ഇതെല്ലാം അടങ്ങിയതാണ്. അപ്പൊ ഇത്രയും ഗുണമേന്മയുള്ള ജീവാമൃതത്തില് നമുക്കുണ്ടാക്കുന്ന ഇത് ഞാൻ ഒന്നുകൂടെ എടുത്തു എന്ന് മാത്രം. ജീവാമൃതത്തിലെ നൈട്രജന്റെ കണ്ടന്റ് നമ്മളത് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചു പോയി ജീവാമൃതത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ ഇതിൽ നൈട്രജൻ 1.5%, ഫോസ്ഫറസ് 174.4 മില്ലിഗ്രാമും, പൊട്ടാസ്യം 130.7 മില്ലിഗ്രാമും, സിങ്ക് 97 മില്ലിഗ്രാമും, കോപ്പർ 1.54 മില്ലിഗ്രാമും, ഇരുമ്പ് 273 അതായത് 273.6 മില്ലിഗ്രാമും, മാംഗനീസ് 10.26 മില്ലിഗ്രാമുമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജീവാമൃതമാണ് എങ്കിൽ നമ്മൾ ജീവാമൃതം കലക്കി, അതായത് വളക്കൂറുള്ള ഈ ജീവാമൃതം നമ്മൾ ചെടിക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഒരു 3, 4, 5 പ്രാവശ്യം ഇളക്കുന്നത് നല്ലതാണ്. 2, ഈ ജീവാമൃതം തളിച്ച ശേഷം 12 മണിക്കൂർ മറ്റ് ജലം, അതായത് തളിക്കാതെ വേറെ വെള്ളം ഒഴിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിന്റെ ഗുണം? സൂക്ഷ്മാണു ജീവികളുടെ വർധനവ്, മണ്ണിരകളെ നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ അടുത്ത പ്രത്യേകത. എന്താണ്? ഇപ്പോൾ നമ്മുടെ കർഷകന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കുന്ന മണ്ണിര എവിടെയാണ് ഇരിക്കുന്നത്? ഇത് 15 തുടങ്ങി 20 അടി താഴെയാണ് ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾ 7 ദിവസത്തിൽ ഒരിക്കൽ ജീവാമൃതം അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ ഒരു 3 തുടങ്ങി 5 പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഗന്ധം, ആദ്യത്തെ 2 പ്രാവശ്യം തന്നെ ഇതിന്റെ ഗന്ധം അടിക്കുമ്പോൾ, മണ്ണിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ ആ ഗന്ധം അടിച്ചു കഴിഞ്ഞാൽ ഈ 15 അടി താഴെ ഇരിക്കുന്ന മണ്ണിര നേരെ ഇതിന്റെ ഗന്ധം സ്വീകരിച്ച് മണ്ണിന്റെ ഉപരിതലത്തിലേക്ക് വരും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ജൈവ ഭാഗത്തിന്റെ, ആ മണ്ണിന്റെ ഏറ്റവും മുകളിലുള്ള വളക്കൂറുള്ള ഭാഗത്തിലേക്ക്, ഓർഗാനിക് മാറ്റേഴ്സ് ഉള്ള ഭാഗത്തേക്ക് വരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു ഹോള് സൃഷ്ടിക്കപ്പെടും. ഇത് മണ്ണിനുള്ളിലെ എയറേഷൻ മാറ്റുന്നു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പസ എന്ന് പറഞ്ഞ ഒരു ടേമാണ്. അത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. മണ്ണിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റയടിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്, മണ്ണിൽ 25% ഓക്സിജന്റെ, അതായത് വായു തന്മാത്രയും 50% വായു തന്മാത്രയും 50% ജലത്തിന്റെ തന്മാത്രയും ഉണ്ടായിരിക്കുകയാണെങ്കിൽ മണ്ണ് ഏറ്റവും നല്ലതാണ്. അപ്പൊ മണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോഴത്തേക്കും ഈ മണ്ണിന്റെ ഘടന ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. അപ്പൊ സസ്യമൂലകങ്ങളുടെ ഒരു കലവറ കൂടിയാണ് ഈ ജീവാമൃതം. വേര് വർദ്ധിപ്പിക്കുന്നു, വായുസഞ്ചാരം വർദ്ധിപ്പിക്കുന്നു, മണ്ണിരകളുടെ ഉരുപ്പുകൾ, അതായത് അത് കഴിച്ചു വരുന്ന അവശിഷ്ടങ്ങൾ കൂടുന്നു. അതനുസരിച്ച് മണ്ണിന്റെ ഫലഭൂഷ്ഠിത വർദ്ധിക്കുന്നു. അപ്പം ഇത് സ്ഥിരമായി ഉപയോഗിക്കാൻ, അതിനേക്കാളും വലിയൊരു കാര്യം pH നിയന്ത്രിക്കാൻ ഇത് ഉപയോഗിക്കാം. അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 തവണ 7 ദിവസത്തിൽ ഒരിക്കൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ജീവാമൃതം ചെടികൾക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ആ ഏരിയയിലുള്ള മണ്ണിന്റെ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ചെടികൾ ജീവാമൃതം അപ്ലൈ ചെയ്ത ഭാഗത്ത് നമ്മുടെ മണ്ണ് പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ pH, അതായത് അസിഡിറ്റി 7ലേക്ക് എത്തുന്നു, അതായത് ന്യൂട്രലിലേക്ക് എത്തുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മണ്ണിന്റെ pH ന്യൂട്രൽ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും നീറ്റുകക്കായോ ഡോളോമേറ്റോ ഒന്നും തന്നെ കൊണ്ടുവന്ന് ഇടേണ്ടി വരുന്നില്ല. അതോടൊപ്പം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും, അതായത് യൂറിയയ്ക്ക് പകരമുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സിങ്ക്, കോപ്പർ, അയൺ, മാംഗനീസ്, മഗ്നീഷ്യം ഇവയൊക്കെ കിട്ടുന്ന ഒരു വളക്കൂട്ടും കൂടിയാണ് ജീവാമൃതം. നമ്മൾ വന്ന അമൃതപാനി പോലെ ചെടിക്ക് ഗുണം ചെയ്യുന്നതാണ് ജീവാമൃതം. ജീവാമൃതത്തിന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്തത് ഫിഷ് അമിനോ ആസിഡ് ആണ്. ഇതിന് 1 കിലോ മത്സ്യവും 1 കിലോ ശർക്കരയുമാണ്. നേരത്തെ പറഞ്ഞ ശർക്കരയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, മൺപാത്രത്തിൽ എടുക്കുകയാണ് ഏറ്റവും ഉത്തമം. ഇങ്ങനെ കമ്പോസ്റ്റ് ആയിട്ട് മാറ്റുന്ന സമയത്ത് 2 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ഇതില് വായുവിന്റെ സാന്നിധ്യത്തിൽ കമ്പോസ്റ്റിംഗ് നടക്കുന്നതും ഇതായിട്ട് മാറുന്നതും, അതുപോലെ തന്നെ വായുവിന്റെ അസാന്നിധ്യത്തിൽ കമ്പോസ്റ്റ് ആയിട്ട് മാറുന്നതും ഉണ്ട്.
അപ്പം ഈ വളക്കൂട്ടുകൾ ഉണ്ടാക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ചാണകവും ഇതൊക്കെയാണ് ഒട്ടും പൈസ പോകുന്നില്ല. ഇവിടെ മത്തിക്ക് എത്ര വിലയുണ്ട്, 1 കിലോ ശർക്കരയ്ക്ക് എത്ര വിലയുണ്ട്, ഒരു മൺപാത്രം ആദ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ മതി. പിന്നെ 2-3 പ്ലാസ്റ്റിക് ഷീറ്റിന്റെ പ്രശ്നം കൂടെ ഉള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കി നമുക്ക് അടച്ചു വയ്ക്കാം. 6 മാസം പോലും കേടുകൂടാതെ സൂക്ഷിച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇത് വളരെ കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. 1 കിലോ മത്തിയും 1 കിലോ ശർക്കരയും എടുക്കുക. ഈ മത്തി ഒരിക്കലും എന്താണ് നമ്മൾ സാധാരണ പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് മത്സ്യം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സാധനങ്ങളുടെ വീര്യം കൊണ്ട് മത്തി ഒരിക്കലും എന്താകില്ല, ഇത് പിന്നെ അഴുകിപ്പോകില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ മത്തി എടുത്തു കഴിഞ്ഞാൽ ഒരു 6 തവണയെങ്കിലും കഴുകി വൃത്തിയാക്കണം. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു പാത്രത്തിൽ മത്തി മേടിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ പിന്നെ മത്സ്യം പിടിക്കുന്ന സ്ഥലത്ത് നിന്ന്, കടലിന്റെ അടുത്ത് നിന്ന്, വഞ്ചിക്കാരുടെ നിന്ന് ഡയറക്റ്റ് മേടിക്കുക. വഞ്ചിക്കാരുടെ ആ ഒരു മിക്കവാറും മറ്റ് കെമിക്കലൊന്നും ഉപയോഗിക്കാറില്ല. അന്നെന്നുള്ളതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിന്നെ കരയിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് അത് അപ്പം തന്നെ മേടിക്കുകയാണെങ്കിൽ നല്ലതാണ്. കെമിക്കലൊന്നും ഉപയോഗിക്കാതെ, കെമിക്കൽ ഉള്ളത് ആണ് നമുക്ക് കിട്ടുന്ന സ്ഥലമാണ് എങ്കിൽ അവിടെ പിന്നെ നമ്മൾ അതിനായിട്ട് കിടന്ന് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, 1 കിലോ മത്തിയും കൊണ്ടുവിടുക. ആ മത്തി അരമണിക്കൂർ ആ വെള്ളത്തിൽ കിടക്കട്ടെ. ആ വെള്ളം മാറ്റിയിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ പുതിയ വെള്ളം കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യാം, 3 മണിക്കൂർ കൊണ്ട് 6 തവണ വെള്ളം മാറ്റുക. അപ്പോൾ ഇതിന്റെ വെള്ളം ഒരു ശരിക്കും എല്ലാത്തിനെയും ന്യൂട്രലൈസ് ചെയ്യാൻ കഴിവുള്ള ഒരു പദാർത്ഥമാണ്. അതുകൊണ്ട് ഇതില് മത്സ്യത്തിന്റെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ മത്സ്യം വളരെ ബലം പിടിച്ച് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വടി നിൽക്കുന്ന പോലെ നിൽക്കും. എന്നാൽ 6 തവണ മാറ്റി കഴിഞ്ഞാൽ ആ മത്സ്യം എന്തായിരിക്കും, മത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയും. അതായത് മത്സ്യം എന്ന് പറയുന്നതിൽ മുള്ള് ഏറ്റവും കുറവുള്ള ചെറു മത്സ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, വലിയ മത്സ്യങ്ങൾ അല്ല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യണം, ഈ ഇതിനെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുത്ത്, അതായത് വെള്ളത്തിന്റെ അംശം പരമാവധി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ശർക്കരയുമായിട്ട് ഇട്ട് ഇതിനകത്തേക്ക് അടച്ചു വയ്ക്കുക. ശരിക്കും പറഞ്ഞാൽ പിന്നെ 10 ദിവസം കഴിഞ്ഞ്, 10 ദിവസം നല്ല അതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക്, ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് 20 ദിവസം കഴിഞ്ഞ് 21ാമത്തെ ദിവസത്തിൽ എടുത്താൽ മതി. അത് എടുത്തപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് പിന്നെ 10 ദിവസം നല്ല ഫുൾ ടൈം ഇത് അടച്ചു വെക്കണം. വായു കടക്കരുത്. വായു കടന്നു പോയാൽ ഇതിനകത്ത് പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മൺപാത്രത്തിലേക്ക് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു. അപ്പൊ ഒരു 2-2.5 ലിറ്റർ കൊള്ളുന്ന ഒരു മൺപാത്രം എടുക്കുക, അതിനൊരു അടപ്പ് എടുക്കുക. പിന്നെ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത മത്സ്യം കഴുകി വൃത്തിയാക്കി എടുത്തത് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് ഇടുക. അതുപോലെ തന്നെ ശർക്കരയും, നമ്മൾ പറഞ്ഞ ശർക്കര തന്നെ വേണേ 1 കിലോ, ആ 1 കിലോ ശർക്കരയും കൂടി ഇതിനകത്ത് ലെയർ ആയിട്ട് ഇടുകയോ മിക്സ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം ഇത് അടച്ചു വയ്ക്കുക. എയർ ടൈറ്റ് ആക്കുക. അപ്പം മൺപാത്രം എയർ ടൈറ്റ് ആക്കാൻ നമുക്ക് പെട്ടെന്ന് നടക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഒരു 10 കിലോ കൊള്ളുന്ന പ്ലാസ്റ്റിക് കവർ മേടിക്കുക, ഒന്ന് ഊതി നോക്കുക ബലൂൺ പോലെ. അതിനകത്ത് നിന്ന് എയർ പുറത്തേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇത് ഈ പിന്നെ നമ്മുടെ മൺപാത്രവും ഈ മീനും അതായത് മത്സ്യവും ശർക്കരയുള്ള കൂട്ട് അടങ്ങുന്നത് എടുത്തകത്തേക്ക് വെക്കുക, ഒന്ന് കെട്ടിയിടുക. വീണ്ടും വേറൊരു പ്ലാസ്റ്റിക് കവർ ഇതേപോലെ എടുത്ത് അതിനകത്തേക്ക് ഇറക്കുക. ഇങ്ങനെ ഒരു 5 പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് ഇറക്കുമ്പോൾ ഒരു വിധത്തിലും ഇത് ഉള്ളിലേക്ക് എയർ കടക്കാത്ത വിധത്തിലാവും. എന്നിട്ട് ഇത് ഒരു സ്ഥലത്ത് നിലത്ത് വയ്ക്കരുത്. ഇത് ഏതെങ്കിലും ഒരു പിന്നെ കമ്പിൽ കെട്ടി തൂക്കിയിടുക. അതായത് നമ്മുടെ പിന്നെ എറയത്തുള്ള ഏതെങ്കിലും ഒരു ഉത്തരത്തിലോ കൽക്കോലിലോ എവിടെയെങ്കിലും കെട്ടിയിടുക. ഇതാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഫിഷ് അനുസരിച്ചിട്ട് ലാർജ് സ്കെയിലിൽ എടുക്കുകയാണെങ്കിൽ 5 കിലോ to 5 കിലോ എടുക്കാം. ഇതിനകത്ത് നേരത്തെ പറയുന്നുണ്ട്, പിന്നെ സാധാരണ ചിലരൊക്കെ ചെയ്യാറുണ്ട്, മത്സ്യത്തിന്റെ വില കൂടുതലായതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിനകത്ത് നല്ല ഭാഗം നമ്മൾ എടുത്തതിന് ശേഷം കുടലും പണ്ടവും കൂടുതൽ, അപ്പൊ അതിനകത്ത് ഇച്ചിരി ദുർഗന്ധത്തിന്റെ ചാൻസ് കൂടുതലുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ കഴുകല് ആദ്യം തന്നെ നോക്കണം. ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇത് ഉത്തമം ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് നേരത്തെ പറഞ്ഞ പോലെ 5 കാര്യങ്ങളാണ് ചെയ്യുക. ഇത് വെജിറ്റേറ്റീവ് ഗ്രോത്ത് വർദ്ധിപ്പിക്കും. ചെടിയുടെ പിന്നെ കാണ്ഡം, ഇല തുടങ്ങിയ ഭാഗങ്ങൾ നന്നായിട്ട് വർദ്ധിപ്പിക്കും. അടുത്തത് എന്ത് ചെയ്യും, വേരിനെ വളരെ കൂടുതൽ 50% വേര് വർദ്ധിപ്പിക്കും. അതായത് വേര് വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ ചെടിക്ക് ഗ്രോത്ത് കൂടും, വളർച്ച കൂടും. ഇത് കീടഭീഷണിയാണ്, രോഗഭീഷണിയാണ്. അതായത് കീടങ്ങളെ അകറ്റി നിർത്തും, രോഗങ്ങളെയും അകറ്റും. ഇതിനകത്തൊരു നെഗറ്റീവ് ഉണ്ട്. ഫിഷ് അമിനോ ആസിഡ് ചെടികളിൽ അപ്ലൈ ചെയ്യുമ്പോൾ, കൊടുക്കുമ്പോൾ, പൂ ഇടുന്ന സമയത്ത് ഇത് പോളിയാട്രിക്കലായിട്ട് കൊടുക്കാം. അതായത് പത്രപോഷണം, ഇലയിൽ വെള്ളം ചേർത്തതിന് ശേഷം ഇലയിൽ കൂടെ കൊടുക്കാം, ചോട്ടിൽ കൂടെ, വേരിൽ കൂടെ കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ഇനിയിപ്പോ വലുതൊക്കെ ആണെങ്കിൽ, വലിയ ചെടികളൊക്കെ ആണെങ്കിൽ, ഇപ്പൊ തെങ്ങിന്റെ മണ്ടയിൽ കയറിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യൽ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ 40, 45, 50 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് ഇത് ചോട്ടിൽ കൊടുക്കുകയാണ്. അതിപ്പോ വേരിൽ കൂടെ ആകും. പക്ഷെ നമ്മൾ പച്ചക്കറി ബാക്കിയുള്ള ഇനങ്ങൾക്കാണെങ്കിൽ അത് ഇലയിൽ കൂടെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇലയിൽ കൂടെ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, അത് ഇലയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ചെടി വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും നല്ല പ്രത്യേകത. അപ്പം പിന്നെ ഇതിനകത്തുള്ള ദൂഷ്യഫലം എന്ന് പറയുന്നത് കീടവികർഷണയാണ്. കീടങ്ങൾ അതിനകത്തേക്ക് അടുക്കൂല.
ഇത് 21ാമത്തെ ദിവസം നമ്മൾ ഈ എയർ ടൈറ്റ് ആക്കിയ സാധനം 21ാമത്തെ തണലത്ത് തന്നെ വെക്കണേ. പിന്നെ വെയിൽ കൊള്ളുന്നിടത്ത് വയ്ക്കരുത്. 21ാമത്തെ ദിവസം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തെ എല്ല് ബാക്കിയുള്ളത് എല്ലാം ചേകിളയോ മറ്റോ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടാവുള്ളൂ. ഇത് നന്നായിട്ട് തുറന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും മീനിന്റെ ഒരു അഴുകിയ ദുർഗന്ധമായിരിക്കും എന്ന് പറയാം. എന്നാൽ അതൊന്നും അല്ല ഉണ്ടാവില്ല. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ അഴുകലൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മത്സ്യം നന്നായിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ, അതായത് ജനിച്ചപ്പോൾ തുടങ്ങി വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യം കഴുകണോ വേണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇല്ല എങ്കിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ കെമിക്കൽസ് മുഴുവൻ ഒഴിവാക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് എങ്കിൽ ഇതിന്റെ ഗുണമേന്മ 100ക്ക് 110% ആയിരിക്കും. ഇത് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഇത് തേനിന്റെ രൂപത്തിലായിരിക്കും. ഒരു ബ്രൗണിഷ് കളർ ആയിരിക്കും. തിക്നെസ് കൂടുതലാണ്. തേന് പോലെ ഒരു ചെറിയ കട്ടി കൂടിയ ദ്രാവകമായിരിക്കും. ഇത് നമ്മുടെ ചെടികളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഗന്ധം എന്ന് പറഞ്ഞാൽ, മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് കുറെ പഴുത്ത പഴവർഗ്ഗങ്ങൾ ഒന്നിച്ച് തരിക ഒരു കിക്കിംഗ് സ്മെല്ലായിരിക്കും. അതല്ലാതെ മീനിന്റെ ഉളുമ്പ് മണവും അല്ല. പക്ഷെ ഇനി വെള്ളം ചേർത്ത് കഴിയുമ്പോൾ 1 ml 1 ലിറ്റർ വെള്ളത്തിലേക്ക്, 2 ml 1 ലിറ്റർ വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ ഗ്രാമം പറയും, കാരണം തിക്നെസ് കൂടുതലുള്ളതുകൊണ്ട് ml ചിലപ്പോൾ പറയാം, ചിലപ്പോൾ ഗ്രാം ആയിരിക്കും പറയാം. 1 ഗ്രാം 1 ലിറ്റർ വെള്ളം, 2 ഗ്രാം 1 ലിറ്റർ വെള്ളം, 5 ഗ്രാം 1 ലിറ്റർ വെള്ളം. അതിനപ്പുറത്തേക്ക് കൂട്ടരുത്. ഈ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലേക്ക് എടുത്തിട്ട് വാഴയ്ക്ക് വരെ കൊടുക്കാവുന്നതാണ്. അപ്പം ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ ഒരു ദൂഷ്യഫലമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അതിനെ ഒരു കീടവികർഷിണിയാണ്. ഇതൊരിക്കലും നമ്മൾ ഇലയിൽ കൊടുക്കുമ്പോൾ പച്ചക്കറിയിൽ ഒരു 45 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലയിൽ കൊടുക്കരുത്, ചുവട്ടിലേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇത് കീടങ്ങളെ വികർഷിക്കുന്നത്, കീടവികർഷിണി എന്ന ഒരു മെയിൻ പോയിന്റ് ഉള്ളത് കൊണ്ട്, കീടങ്ങളെ അകറ്റി നിർത്തുന്നു എന്നുള്ളൊരു പോയിന്റ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും, നമ്മളത് ഇലയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഈ നമുക്കിടെ തേനീച്ചയും ബാക്കിയുള്ളതും, അതായത് പരാഗണം നടക്കേണ്ട പ്രാണികളൊന്നും തന്നെ ഇതിനകത്തേക്ക് വരാതിരിക്കുകയും പൂക്കൾ പൊഴിഞ്ഞു പോവുകയും ചെയ്യാം. അതുകൊണ്ട് ആ സമയം വരെ ചെടിയുടെ വെജിറ്റേറ്റീവ് ഗ്രോത്ത്, സസ്യത്തിന്റെ വളർച്ചാ ഘട്ടങ്ങളെ അങ്ങ് വിടുക. പൂക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അതിന്റെ യൗവനത്തിന്റെ അവസാന ഘട്ടം തുടങ്ങി യൗവനത്തിന്റെ ഇതിൽ തുടങ്ങുമ്പോൾ, ശാഖോപശാഖയായി പൂവിടാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫിഷ് അമിനോ ആസിഡ് എപ്പോഴും എവിടെ കൊടുക്കുക, ചെടിയുടെ ചുവട്ടിൽ കൊടുക്കുക. ഇത് 6 മാസം വരെ ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ബ്രൗൺ കുപ്പിയിൽ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരിക്കലും ഈ കുപ്പിയിൽ കാൽഭാഗം നമ്മുടെ ഫിഷ് അമിനോ ആസിഡും ഒരു 75% എയറുമാണെങ്കിൽ, കാലിയായിട്ട് കിടക്കുന്ന കുപ്പിയാണെങ്കിൽ, നല്ല പോലെ എടുത്ത് വച്ചില്ല എങ്കിൽ ഇത് അപകടകാരിയാണ്. ഇതൊരു സ്ഫോടനത്തിന് വിധേയമാകും. അത്രയും പവറുള്ളത്. പക്ഷെ പലർക്കും അങ്ങനെ വരാത്തതിന്റെ കാരണം നമ്മൾ ഉളച്ച ചെയ്തായിരിക്കും ചെയ്യുക. അതായത് നമ്മൾ ശുദ്ധമായിട്ട് കഴുകി വൃത്തിയാക്കി പരിപൂർണമായിട്ടും അതിനകത്ത് കെമിക്കലിനെ ഒഴിവാക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എന്ത് പറ്റും, നമുക്ക് ഇതിന്റെ ഗുണം കിട്ടത്തില്ല. ബ്രൗൺ കുപ്പിയിൽ തന്നെ വെക്കണം. അതുകൊണ്ട് ചെറിയ 100 ml കുപ്പി എടുക്കുക. അതിന്റെ നെക്ക് വരെ, അതിന്റെ കഴുത്ത് വരെ ഇത് നിറച്ചു വെക്കുക. എന്നിട്ട് അത് ഇരുളിമയുള്ള കുപ്പിയാണ് നല്ലത്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, ഇവിടെ നോക്കി അപ്പുറം കാണുന്ന കുപ്പിയിലായിരിക്കരുത്. ഇത് 6 മാസം വരെ എടുത്ത് ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ പോലെ 1 ml 1 ലിറ്റർ വെള്ളം തുടങ്ങി 5 ml 1 ലിറ്റർ വെള്ളം, അതേപോലെ വാഴയ്ക്കാണ്. ഇനി 5 ml 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ 50 ലിറ്ററോ 40 ലിറ്ററോ നമുക്ക് തെങ്ങിന് വരെ അപ്ലൈ ചെയ്യാം. അതാണ് ഫിഷ് അമിനോ ആസിഡിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി അതിൽ തന്നെ ഓരോ ഗുണങ്ങൾ ഞാൻ പറഞ്ഞതാണ്. അത് 5 കിലോ മീനും 5 കിലോ ഇതുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഗുണമേന്മയുള്ളതാണ്. നമ്മുടെ നാടൻ മത്തിയാണ് ഏറ്റവും കൂടുതൽ. ഈ ശർക്കര അല്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും. ഇനി എഗ് അമിനോ ആസിഡ്, ഇത് അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു വളമാണ്. ഇത് പൂവിടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, ഒരു പൂവ് പൊഴിഞ്ഞു പോകാതെ പൂവ് കൂടുതൽ കായ്ഫലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറിയിൽ ഉപയോഗിക്കുമ്പോൾ 1 ml 1 ലിറ്റർ വെള്ളത്തിൽ പൂക്കൾ ഇടുന്ന സമയത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാവിധ ന്യൂട്രിയൻസും ഉണ്ട്. അപ്പം ഇതിന്റെ പ്രത്യേകത വേറെ ഒന്നും കൂടെ പറയാം. ഇത് 1 ml 1 ലിറ്റർ വെള്ളത്തിൽ ചെടിയിലെ ഇലയിൽ തളിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെടിയിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട്. ഒരു ചെടിയിൽ ഒരു ആൺപൂവും ഒരു പെൺപൂവുമേ ഉള്ളൂ എങ്കിൽ നല്ല കർഷകന് ആൺപൂവ് എന്താണ് പെൺപൂവ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഒരു ചെടിയിൽ നമ്മൾ വളർത്തി വന്നപ്പോൾ ഒരു ചെടിയിൽ നമുക്ക് ആകെ വരുന്ന ഒരു ഇത് ഒരു ആൺപൂവും ഒരു പെൺപൂവുമേ ഉള്ളൂ എങ്കിൽ
നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതിലെ നമ്മുടെ എഗ് അമിനോ ആസിഡ് 1 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുത്താൽ ആൺപൂക്കൾ ഇരട്ടിയാകും, പെൺപൂക്കൾ 3 ഇരട്ടിയാകും. ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് അതിന്റെ വിളവ് 10 മടങ്ങ് വർദ്ധിക്കാൻ കാരണമാകും. ഇതുണ്ടാക്കുന്ന രീതി ഇതാണ്. മുട്ട മിശ്രിതം, അത് പിന്നെ ചെറുനാരങ്ങയുടെ നീരും നാടൻ കോഴിമുട്ടയും ശർക്കര ഈ ശർക്കര അല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇതിന് ഒറ്റ നിബന്ധനയുള്ളൂ. ഇപ്പൊ 50, 40, 30 എന്നൊക്കെ പറഞ്ഞ വേറെ ഓരോ ഡോസേജ് ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇതിനകത്ത് വരുന്നത് ഈ പിന്നെ 30 കോഴിമുട്ട, ശരിക്കും പറഞ്ഞാല് ഇത് ഉണ്ടാക്കുന്നത് ഗ്ലാസ് ഭരണി ആയാൽ നേരത്തെ നന്നായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാത്രത്തിൽ ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. കാരണം നാരങ്ങ നീരാണ്, അത് ലയിച്ചു ചേരാനുള്ള ചാൻസ് കൂടും. അപ്പൊ ഇത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു ഫിഷ് അമിനോ ആസിഡ് എപ്പോഴും മൺപാത്രത്തില്, പുതിയ മൺപാത്രമല്ല മയക്കിയ മൺപാത്രത്തില്. ഇവിടെ നമ്മൾ ഏറ്റവും ഉത്തമമായിട്ട് തോന്നിയിട്ടുള്ളത്, ഞാൻ എല്ലാ വിധത്തിലും പരീക്ഷണം നടത്തിയതാണ്, ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ പണ്ടത്തെ ചീനഭരണി, അടിഭാഗം ചെറുതും മോൾഭാഗം വലുതുമായിട്ടുള്ളത്. ഒറ്റ വ്യവസ്ഥയുള്ളൂ, നാടൻ കോഴിമുട്ട എടുക്കുക, നല്ല കോഴിമുട്ട എടുക്കുക. നല്ല കോഴിമുട്ട എടുക്കേണ്ട വിദ്യ നിങ്ങൾക്ക് അറിയാം. വെള്ളത്തിലേക്ക് കോഴിമുട്ട ഇട്ടാൽ മുകളിൽ പൊങ്ങി കിടക്കുന്നതാണെങ്കിൽ അത് പഴക്കം കൂടി, അത് നടുക്ക് നിൽക്കുന്ന വെള്ളത്തിന്റെ നടുക്ക് ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ അത് പകുതിയായി. ഏറ്റവും നല്ല മുട്ടയാണെങ്കിൽ അത് പാത്രത്തിന്റെ അടിയിലെത്തിയിട്ടുണ്ടാവും. അതെടുത്ത് നന്നായിട്ട് തുടച്ച് ഈ ഭരണിയിൽ പൊട്ടിക്കാതെ ഇറക്കി വെക്കുക. അതാണ് അതിന്റെ പ്രത്യേകത. പൊട്ടിക്കാതെ ഇടയ്ക്ക് വെച്ചതിന് ശേഷം നാരങ്ങ നീര്, ഈ 50, 30 ഒക്കെ മാറ്റം വരും. തനത് നാരങ്ങ നീര് പിഴിഞ്ഞ് ഈ കോഴിമുട്ട മൂടിക്കിടക്കത്തക്ക രീതിയിൽ, അതായത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ആ പാത്രത്തിനകത്ത് ഒഴിച്ച് പാത്രം അടച്ചു വയ്ക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് കെട്ടിവെക്കുക. 5 എണ്ണം ഉപയോഗിച്ചിട്ട്. നേരത്തെ പറഞ്ഞ അതേപോലെ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോവാണ്. അങ്ങനെ ഇത് 10 ദിവസത്തേക്ക് അടച്ചു വയ്ക്കുക. 10ാമത്തെ ദിവസം തുറന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഈ കോഴിമുട്ടയുടെ തുല്യ ഭാരം, അന്ന് 60 ശരിക്കും 30 കോഴിമുട്ടയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു തൂക്കം, 6 കോഴിമുട്ടയാണെങ്കിൽ 250 എന്നുള്ള കണക്കിന്, അല്ലെങ്കിൽ ആ രീതിയിൽ ശർക്കരയും കൂടെ ചേർക്കുക. എന്നിട്ട് വീണ്ടും അത് അപ്പോഴേ 10ാമത്തെ ദിവസം തുറന്നു നോക്കുമ്പോൾ നമ്മുടെ കോഴിയുടെ മുട്ടത്തോട് പോലും, പൊട്ടിക്കാതെ വെച്ച കോഴിമുട്ട പോലും അത് പൊട്ടിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു അലകെടുത്തിട്ട് വൃത്തിയാക്കി ചൂടാക്കിയതിന് ശേഷം ഇരുമ്പ് ബാക്കിയുള്ളതൊന്നും തൊടിയിക്കേണ്ട, ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് അപ്പം മുട്ടത്തോടൊക്കെ ഒരു ചെറിയ പാട പോലെ ആയിട്ടുണ്ടാവും. അത്രയ്ക്കും ഈ നാരങ്ങ നീരിൽ ഇതായിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യണം, ഇതിനകത്തേക്ക് ശർക്കരയും കൂടെ ഇട്ട് ഇളക്കി വെച്ചതിന് ശേഷം വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞ് 21ാമത്തെ ദിവസം എടുത്ത് 1 മില്ലി-ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കൊടുത്തിട്ട് പോളിയാട്രിക്കൽ ആയിട്ട്, പോളിയാർ ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് പത്രപോഷണം ഇലയിൽ കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml വരെ കൊടുക്കാം. മാക്സിമം ചെടിയുടെ വലുപ്പം അനുസരിച്ച് ചെറിയത്. ഇത് പച്ചക്കറി, ഗോതമ്പ്, വാഴ, പിന്നെ തുടങ്ങിയിട്ടുള്ള ഏത് ഇതിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ രീതിയിൽ ഉപയോഗിച്ചാൽ മുട്ട മിശ്രിതം ഉപയോഗിക്കും. ഇനി പഞ്ചഗവ്യമാണ്. ഇത് 5 കൂട്ടുകളാണ്. ഇതിന്റെയൊക്കെ കുറെ കാര്യങ്ങൾ, നമ്മുടെ സമയം 8:30 പറഞ്ഞത്, അപ്പൊ ഞാനൊന്ന് ഓടിച്ചു പറയുകയാണ്. ഇത് പഞ്ചഗവ്യം ഒരു പശുവിന്റെ തന്നെ എല്ലാവിധ, അതായത് പിന്നെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇച്ചിരി കൂടെ ഇരിക്കുകയാണെങ്കിൽ മാഡം കുറച്ചും കൂടെ കണ്ടിന്യൂ ചെയ്യാവോ? ഹലോ, കുറച്ചുകൂടി പറഞ്ഞോളൂ സാർ, കുഴപ്പമില്ല. തീരത്തില്ല, അതുകൊണ്ടാണ്. അപ്പോഴ് പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, അതിനിടയ്ക്ക് 2-3 നഷ്ടം വരുത്താത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കളച്ചായ എന്ന് പറഞ്ഞത്. ആവശ്യമായ വസ്തു ഒരു 120 ലിറ്റർ കൊള്ളുന്ന ഒരു നീല നമ്മുടെ ഡ്രം എന്നൊക്കെ പറയും, പ്ലാസ്റ്റിക്കിന്റെ ഡ്രം കിട്ടുമല്ലോ, ആ ബാരൽ എന്ന് പറഞ്ഞ സാധനം. നിങ്ങളിപ്പോ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, വേറെ സ്ഥലത്തു നിന്നൊന്നും കൊണ്ടുവരാതിരിക്കാൻ പറ്റുന്ന ഒരു കളച്ചായ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചായ കിട്ടിയാൽ കൊള്ളാം, ഇത്രയും നേരം എന്റെ വാക്കുകളൊക്കെ കേട്ട് നിങ്ങൾ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഒരു ചായ കിട്ടുമ്പോഴുള്ള ഉണർവ് പോലെ ചെടിയിൽക്കും ഒരു ഉണർവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ 120 ലിറ്റർ കൊള്ളുന്ന ഒരു ബാരലിലേക്ക് 100 ലിറ്റർ വെള്ളം എടുക്കുക. നിങ്ങൾ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് എന്തായാലും അവിടെ കൊത്തി കളച്ച് റെഡിയാക്കേണ്ടിണ്ടാവും. കുറച്ച് കളകൾ ഉണ്ടാവും. ഈ കളകൾ മണ്ണൊക്കെ എടുത്ത് കുടഞ്ഞിട്ട് ഒരു 25 കിലോ ഉണ്ടാകുന്ന പിന്നെ വിവിധ തരം ആ പ്രദേശത്ത് നിൽക്കുന്ന കളകൾ പറിച്ച് അതിനകത്ത് ഇടുക. 250 ഗ്രാം ഉപ്പ്, 250 ഗ്രാം ശർക്കര, 250 ഗ്രാം വാളംപുളി, ഇത് ഇത്രയും കൂടെ ഇതാക്കി 100 ലിറ്റർ വെള്ളത്തിൽ ആദ്യം എന്ത് ചെയ്യണം, ഒരു പിന്നെ ഉപയോഗിക്കുന്ന രീതി ഞാൻ പറയാം. ആവശ്യമായത് ഒരു ബാരൽ വേണം. രണ്ടാമത്തത് വിവിധ തരം കളകൾ ഒരു 25 കിലോ, ആവറേജ് ഒരു 250 ഗ്രാം, ഒരു 1/4 കിലോ ഉപ്പ്, 1/4 കിലോ ശർക്കര, 1/4 കിലോ വാളംപുളി, ഇത്രയും മതി. പിന്നെ 100 ലിറ്റർ വെള്ളം. നിർമ്മാണം എന്ന് വെച്ചാൽ ബാരലിൽ 100 ലിറ്റർ വെള്ളം, കിണർ വെള്ളം എടുക്കുക. അതിൽ 250 ഗ്രാം, അതിന് ഒരു പാത്രം കൊണ്ട് 100 ലിറ്റർ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു പാത്രം എടുക്കുക. അതിൽ നിന്ന് ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിൽ നമ്മുടെ ഉപ്പ്
250 കലക്കി അതിനകത്തേക്ക് ആ ഡ്രമ്മിലേക്ക് വീണ്ടും കലക്കാം. വീണ്ടും കുറച്ച് വെള്ളം എടുത്തിട്ട് 250 ഗ്രാം ശർക്കരയും കലക്കി അതിനകത്തേക്ക് ഒഴിക്കാം. പിന്നെ 250 ഗ്രാം വാളംപുളി എടുക്കാം, അത് വീണ്ടും ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ 25 കിലോ വിവിധ തരം നമ്മൾ അവിടെ ചെത്തി വൃത്തിയാക്കുന്ന പുല്ല് ബാക്കിയുള്ളത് എന്താണോ, അത് ഇന്നതൊന്നൊന്നുമില്ല, അത് ആട് മാട് കടിക്കാത്തതുണ്ടാവും, ബാക്കിയുള്ളതുണ്ടാവും, അത് മണ്ണൊന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് അതിനകത്തേക്ക് ഇടുക ഒരു ഏകദേശം. ഇനി ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ ഉള്ളിച്ചാക്കിലൊക്കെ കെട്ടിയിടുന്ന പരിപാടികളുണ്ട്, അരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ. ഇത് രാവിലെയും വൈകുന്നേരവും ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു 15 ദിവസം. പിന്നെ ഇതെന്ത് ചെയ്യുക, ഇത് ഇടയ്ക്ക് ഒരു ചണച്ചാക്കിട്ടിട്ട് മൂടി വയ്ക്കുക. കൊത്തി അരിഞ്ഞിടുകയാണെങ്കിൽ മൂടി വെച്ചാൽ മതി. മൂടി വെച്ചതിന് ശേഷം ശരിക്കും 15ാമത്തെ ദിവസം ഇതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആദ്യത്തെ ദിവസം തുടങ്ങി 15 ദിവസത്തിലേക്ക് മുകളിൽ ഒരു 7-8 ദിവസം വരെ നല്ല ദുർഗന്ധമായിരിക്കും. 8 ദിവസം കഴിഞ്ഞാൽ ആ ചീച്ചില് മാറി സുഗന്ധത്തിലേക്ക് എത്തും. 15 ദിവസം കഴിഞ്ഞാൽ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒഴിക്കാം. ഇതിനാകെ വന്ന ചാർജ് നമ്മുടെ ഉപ്പ് 250 ഗ്രാം, ശർക്കര 250 ഗ്രാം, വാളംപുളി 250 ഗ്രാം. അതായത് ഒരു ചെടി അല്ലെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ആ ചെടികൾ കംപ്ലീറ്റ് എന്ത് ചെയ്തു, അവിടുത്തെ കളകള് അതിനകത്തുള്ള ബാക്കിയുള്ള ഉപയോഗിക്കാൻ പറ്റാത്ത നിങ്ങളിൽ വിള എന്താണോ ചെയ്ത് അത് ഉപയോഗിക്കാത്ത വളങ്ങൾ കംപ്ലീറ്റും ഇനർട്ട് വളങ്ങളും എല്ലാം അത് ആഗിരണം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ കള ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വീണ്ടും എടുത്ത് റിട്ടേൺ ആയിട്ട്, അതായത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പിന്നെ പോഷകങ്ങൾ വീണ്ടും തിരിച്ച് അതേ ആ സ്ഥലത്ത് തന്നെ നമുക്ക് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. അതാണ് ഞാൻ പറഞ്ഞ കളച്ചായ. ഇനി വളച്ചായ എന്ന് പറഞ്ഞാല് വളത്തിന്റെ ചായ. ഇതിന് ആവശ്യമായത് പച്ചച്ചാണകമാണ്. ഒരു 3 കിലോ പച്ചച്ചാണകം, 3 ലിറ്റർ പിന്നെ ഗോമൂത്രം, ആട് മാട് കടിക്കാത്ത പച്ചിലകൾ അരിഞ്ഞത് 3, ഒരു 30 ലിറ്റർ കൊള്ളുന്ന പിന്നെ ബാരല്. ആ 30 ലിറ്റർ കൊള്ളുന്ന ബാരല് 20 ലിറ്റർ വെള്ളം എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ 3 കിലോ ചാണകം അതിനകത്തേക്ക് കലക്കുക, 3 ലിറ്റർ ഗോമൂത്രവും യോജിപ്പിക്കുക. അതിനുശേഷം ആട് മാട് കടിക്കാത്ത, അതായത് ആടും മാടും കടിക്കാത്തതെന്ന് പറഞ്ഞാൽ അതിന് ഒന്നെങ്കിൽ രൂക്ഷഗന്ധം ഉണ്ടാവും, പിന്നെ അല്ലെങ്കിൽ രൂക്ഷ ദുർഗന്ധം ഉണ്ടാവും, അതല്ലെങ്കിൽ പിന്നെ അതിനകത്തുനിന്ന് വരുന്ന സൊല്യൂഷന് പൊള്ളുന്നതായിരിക്കും, അതല്ലെങ്കിൽ ഒടിച്ചാൽ പാല് വരുന്നതായിരിക്കും. ഇത് എന്ത് ചെയ്യുക, ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടുകൊടുത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15 ദിവസം വെച്ച് പ്രദക്ഷിണ ദിശയിൽ ഇളക്കി 10 ഇരട്ടി വെള്ളം ചേർത്ത് ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ ചാണകച്ചായയുണ്ട്, അത് തന്നെ ചാണകപ്പാലുണ്ട്. ഇതൊക്കെ പറയുകയാണെങ്കിൽ സമയം പോകും. അപ്പൊ ഞാൻ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് തന്നെ വരികയാണ്. നമ്മളുടെ ജൈവ വളക്കൂട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിന്നെ പഞ്ചഗവ്യം. പഞ്ചഗവ്യത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ മണ്ണിന് പുനർജീവനം നൽകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളയുടെ വളർച്ചയെ വർദ്ധിപ്പിക്കുന്നു, വിളയുടെ വിളവിനെ വർദ്ധിപ്പിക്കുന്നു, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു, അതിന്റെ സൂക്ഷിപ്പ് കാലം വർദ്ധിക്കുന്നു. അതായത് ഈ പഞ്ചഗവ്യം തളിച്ചിട്ടുള്ള ചെടിയിൽ നിന്ന് ലഭിക്കുന്ന വിള നമുക്ക് ഒരു പിന്നെ സ്റ്റോറേജ് ഒന്നും ഇല്ലെങ്കിലും, അതായത് ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാതെ തന്നെ ആ പച്ചക്കറി ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഓപ്പൺ എയറിൽ തുറന്ന സ്ഥലത്ത് കേടുകൂടാതെ അത് ഇരിക്കുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ വിളയ്ക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുന്നു, വിളയ്ക്ക് കീടപ്രതിരോധ ശേഷി ഉണ്ടാവുന്നു. ഇതിനകത്ത് അസിറ്റോബാക്ടീരിയ, ഫോസ്ഫോഫിക്സേഷൻ ബാക്ടീരിയ, പൊട്ടാസ്യം ഫിക്സേഷൻ ബാക്ടീരിയ, സൂഡോമോണസ്, ട്രൈക്കോഡർമ എല്ലാം ഉണ്ട്. നമുക്ക് വേണ്ട ഒരു കൂട്ടുകൾ ഞാൻ പറയുകയാണ്. ഒന്ന് ചാണകം 5 കിലോ, പിന്നെ ഗോമൂത്രം 3 ലിറ്റർ, പാല് ശരിക്കും പറഞ്ഞാൽ 2 ലിറ്റർ, തൈര് 2 ലിറ്റർ, നെയ്യ് 2 ലിറ്റർ. ഇതാണ് ഇതിന്റെ കുറച്ചും കൂടെ കൂടിയതാണെങ്കിൽ 7 കിലോ ചാണകം, 10 ലിറ്റർ ഗോമൂത്രം, പാല് 3 ലിറ്റർ, തൈര് 2 ലിറ്റർ, നെയ്യ് 1. ഇത് ഇത്രയുമാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്ത് നമുക്ക് ചെയ്യാം. നിർമ്മാണ രീതി എന്ന് പറഞ്ഞാൽ ഒരു 2 ഘട്ടമായിട്ടാണ് അത് പോവുക. നെയ്യും ചാണകവും നന്നായിട്ട് ചേർത്ത് ഇളക്കി 1 ദിവസം മുമ്പേ വയ്ക്കുക. രണ്ടാമത്തെ ദിവസം ഗോമൂത്രം ചേർക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. 16ാമത്തെ ദിവസം, ഇത് ശരിക്കും പറഞ്ഞാൽ 22 ദിവസം കൂടെ തയ്യാറാകുന്നതാണ്. 16ാമത്തെ ദിവസം പാലും തൈരും കൂടെ മിക്സ് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ നമുക്ക് നെയ്യും ചാണകവും ആണ് വേണ്ടത് 1ാമത്തെ ദിവസം. 2ാമത്തെ ദിവസം ഗോമൂത്രവും കൂടെ ആ മിക്സറിലേക്ക് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഗോമൂത്രവും കൂടെ ചേർത്തിട്ട് ഇളക്കുക. അതിനുശേഷം 16ാമത്തെ ദിവസം എന്ത് ചെയ്യുക, പാലും തൈരും കൂടെ ഇളക്കി വീണ്ടും 6 ദിവസത്തേക്ക് എന്ത് ചെയ്യണം, 6 ദിവസത്തേക്ക് രാവിലെയും വൈകുന്നേരവും ഒരു 50 പ്രാവശ്യം പ്രദക്ഷിണ ദിശയിൽ ഇളക്കി കഴിഞ്ഞാൽ 22ാമത്തെ ദിവസം നമുക്ക് എന്താണ്, ഈ പഞ്ചഗവ്യം തയ്യാറാണ്. ഇതും നന്നായിട്ട് സൂക്ഷിച്ചു വെക്കാം. നെല്ലിന് 3 ലിറ്റർ 100 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണേ, നെല്ലിന് 3 ലിറ്റർ പഞ്ചഗവ്യം 100 ലിറ്റർ വെള്ളത്തിലേക്ക്, അതായത് 3% ആകുന്നുള്ളൂ,
100 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കാം. അത് എന്നൊക്കെ കൊടുക്കണം? ഇത് കൊടുത്താൽ പിന്നെ രോഗകീട നിയന്ത്രണത്തിന് പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണമേന്മയാണ്. ഏറ്റവും കൂടുതൽ ഗുണമുള്ളതാണ് രോഗപ്രതിരോധ ശേഷി, കീടപ്രതിരോധ ശേഷി, ഒരു കുമിളിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉള്ളതാണ് ഈ പഞ്ചഗവ്യം. അപ്പൊ 15ാമത്തെ ദിവസം, 35ാമത്തെ ദിവസം, 45ാമത്തെ ദിവസം, 75ാമത്തെ ദിവസം നെല്ല് നാട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ പഞ്ചഗവ്യവും വളരെ കൂടുതലാണ്. അതിനകത്ത് ഓരോ കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശർക്കര ഇതെടുത്ത് അതിനകത്തേക്ക് നമുക്ക് പിന്നെ കരിക്കിന്റെ വെള്ളം അഡീഷണൽ ആഡ് ചെയ്ത് പോകാം. ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, പഞ്ചഗവ്യത്തിന്റെ പ്രത്യേകത അതിന്റെ pH 6.2 EC ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി 3 TDS 3.4 അതായത് ഭാഗ്യജനകം, അതായത് നൈട്രജന്റെ കണ്ടന്റ് ppm കൊടുത്തിട്ടുണ്ട് 6650, ഭാവകം 4300. ഇത് ഇങ്ങനെ അതിനകത്ത് ക്ഷാരഗുണം ഉള്ളത് 5 ഇത്. പിന്നെ സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, ക്ലോറൈഡ്, ബോറോൺ, മാംഗനീസ്, ഇരുമ്പ്, സിങ്ക്, കോപ്പർ തുടങ്ങിയവയൊക്കെ നമുക്ക് അതിനകത്ത് നിന്ന് ലഭിക്കുന്നു. ഇതിന്റെ അടുത്ത സെക്ഷൻ ജീവാണുവളമാണ്. ജീവാണുവളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസ്പൈറലം, പിന്നെ അസോബാക്ടർ, മൈക്രോറൈസ, PGPR ആൻഡ് റൈസോ. ഇത് ഓരോന്നും നമുക്ക് പിന്നെ പരീക്ഷണശാലയിൽ നിന്ന് പിന്നെ നിർമ്മിച്ച് നമുക്ക് വിവിധ രൂപത്തിൽ വരുന്നതാണ്. ഞാൻ ഇച്ചിരി സ്പീഡാക്കാണ് സമയം കഴിഞ്ഞതുകൊണ്ട്. അപ്പം അസിഡോബാക്ടർ, അതുപോലെ തന്നെ സൂഡോമോണസ്, മൈക്രോറൈസ, ഇതൊക്കെ ജീവാണുവളങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് സൂക്ഷ്മജീവികളുടെ മണ്ണിലേക്ക് പ്രവർത്തിക്കും. ഇതൊക്കെ കൊടുക്കുമ്പോഴും നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയം എല്ലാം കൊടുക്കുമ്പോഴും റൈസോബിയം കൾച്ചർ എല്ലാം കൊടുക്കുമ്പോഴും മണ്ണിന്റെ pH 7 ആക്കി നിർത്താൻ ശ്രമിക്കണം. അതാണ് ഏറ്റവും നല്ല ഗുണം ചെയ്യുക. ഇതിന്റെ മോഡലുകളാണ് ഓരോന്ന്, ഫോസ്ഫോ ഫിക്സേഷൻ ബാക്ടീരിയ. ഇനി ഏറ്റവും പുതിയ ടെക്നോളജി, അതായത് NPK ക്യാപ്. ഇത് ക്യാപ്സൂളിന്റെ രൂപത്തിലാണ് ഉള്ളത്. അതായത് ഇത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യത്തിന്റെ ക്യാപ്സൂളുകളാണ്. നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ, ഫോസ്ഫോ സോളുബിൾ ലൈസിങ് ഉള്ളത്, പൊട്ടാസ്യം സോൾബിളൈസ് ബാക്ടീരിയകൾ നിറഞ്ഞതാണ്. ഇത് നമുക്ക് ഏക്കറിന് 8 തുടങ്ങി 10 ഗുളികകളാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഉപയോഗക്രമം കൂടെ ഞാൻ പറയാം. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ഗുളിക എന്ന കണക്കിന് കൊടുക്കാം, അല്ലെങ്കിൽ 2 ഗുളിക മാക്സിമം. 1 ഗുളികയുടെ കണക്കാണ് നമ്മൾ പറയാം, വെള്ളം കൂടുതൽ എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ട്. 1 ഏക്കറിന്റെ അളവാണ് പറയുന്നത്. ഇത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് കുടിവെള്ളം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല ശുദ്ധമായ കിണർ വെള്ളം. ഇത് പൈപ്പിലെ, ടാപ്പിലെ, പിന്നെ പഞ്ചായത്തിന്റെ വെള്ളമോ പിന്നെ കുടിവെള്ളമോ ആകരുത്. അതുകൊണ്ട് ഇത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ഗുളിക എന്ന് വെച്ച് ഇട്ട് വൈകുന്നേരം ഒരു 6 മണിക്ക് ഇടുക. നേരം വെളുത്ത് 6 മണി ആകുമ്പോഴത്തേക്കും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അല്ലെങ്കിൽ തിളപ്പിച്ച ആർച്ച വെള്ളത്തിൽ ഉപയോഗിക്കാം. പിന്നെ എന്ത് ചെയ്യുക, ഒന്ന് ഇതാക്കുമ്പോൾ ആ ക്യാപ്സൂളിന്റെ കേസ് വരെ മെൽറ്റ് ആയിട്ടുണ്ടാവും, ഉരുകിയിട്ടുണ്ടാവും. ഒരു ബ്ലൂയിഷ് കളറോ അല്ലെങ്കിൽ ഒരു ചെറിയ പിങ്ക് കളറോ ഗോൾഡിഷ് കളറോ ഒക്കെ ആയിരിക്കും അത്. ഇത് 9 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക. 9 ലിറ്റർ വെള്ളം 90 ലിറ്റർ വെള്ളത്തിലേക്ക് മാക്സിമം മിക്സ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, ഒരു കുപ്പി, അതായത് 1 ഗുളിക ഏകദേശം 100 ലിറ്റർ വെള്ളത്തിലേക്കാണ്. അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി അതിന്റെ പവർ ക്യാപ്പ്, ഇത് ചാണകത്തിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. അതായത് നൈട്രജൻ കണ്ടന്റ് 25% ഉണ്ട്. ഇതും 8 ക്യാപ്സൂളാണ്. ഇത് ബാക്കിയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് പ്ലാന്റ് ഫുഡ് സ്റ്റിക്ക്. അതായത് വളപ്രയോഗത്തിന് എന്ത് ചെയ്യാം, ഈ ചോക്ക് പോലെയുള്ള ഇത് നമ്മുടെ മണ്ണിലേക്ക് ഒന്ന് കുത്തി വെച്ചാൽ മതി. അതിനകത്തുനിന്ന് ക്രമേണ ഈ അണുക്കള് നമ്മുടെ ചെടിക്ക് സഹായകമാകും. ഇതേപോലെ മണ്ണിനെ നന്നായിട്ട് പരിപോഷിപ്പിച്ച് നമ്മുടെ മണ്ണിനെ, നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് അതനുസരിച്ചിട്ട് നമ്മുടെ മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റിയാൽ നിങ്ങളുടെ കൃഷിയുടെ പണിയിൽ, അതായത് നമ്മൾ ഒരു ചെടിയെ നട്ടു വളർത്തുന്ന പണിയിൽ നിങ്ങൾക്ക് 50% മുകളിൽ ഏറ്റവും കൂടുതൽ റിലാക്സ് ആയിരിക്കും. ഈ ഫുഡ്, പിന്നെ പ്ലാന്റ് ഫുഡ് സ്റ്റിക്കിനകത്ത് സീവീഡ് ജെല്ല്, ഹ്യൂമിക് ആസിഡ്, അമിനോ ആസിഡ്, മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ്, അതുപോലെ തന്നെ പിന്നെ ഗ്രോത്ത് ഹോർമോൺസ്, മിനറൽസ് എല്ലാം അടങ്ങിയതാണ്. അപ്പൊ ഒരു കമ്പെടുത്ത് കുത്തിയിട്ട് ഈ ചോക്കിന്റെ കഷ്ണം അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ ആ ചെടിക്ക് വേണ്ട എല്ലാവിധ ഫുഡുകളും കിട്ടുന്നു. ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലയിൽ കൂടെ തളിക്കുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയുള്ള പത്രപോഷണത്തിന്റെ പിന്നെ നൈട്രജനോ ഫോസ്ഫറസോ ഏത് വളം വേണമെങ്കിലും നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വരെ ചെയ്യാൻ പറ്റുന്ന പുതിയ രാസവള കൂട്ടുകളുമുണ്ട്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സമയം വളരെ കൂടുതൽ അതിക്രമിച്ചു പോയി. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. ഇതിന്റെ അടുത്ത ഘട്ടം ഇനിയുള്ളത് നമുക്ക് പറയണം. ഇപ്പൊ നമ്മൾ 6ാമത്തെ ഭാഗമാണ് എത്തിയിരിക്കുന്നത്. ഇനി ചെടിയുടെ 2 ശത്രുക്കളും അതിന്റെ നിയന്ത്രണവും, അതായത് കീടം ഓരോ ടോപ്പിക്കും, തന്നെ കീട നിയന്ത്രണവും, പിന്നെ അതിന്റെ മൂല്യവർദ്ധിത, അതായത് വിളവെടുപ്പും മൂല്യവർദ്ധിത ഉൽപ്പന്നവുമായിട്ട് മാറ്റുന്ന രീതിയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ മാഡം.
ഹലോ. ഹലോ സർ. അപ്പൊ ഞാൻ അങ്ങനെ നിർത്തുകയാണ്, സമയം കൂടുതലായതുകൊണ്ട്. അത് കുഴപ്പമില്ല സർ. ഈ സെമിനാറിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിപ്പം ചോദിക്കാം. ഇന്നടുത്ത സെമിനാറിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സെമിനാർ അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ട്സോ കാര്യങ്ങളോ സാറേ, ഞാൻ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഞങ്ങള് പലരും ചെറിയ ഭൂമിയുള്ളവര്, അതായത് നമ്മളിപ്പം വീട്ടില് നഗരത്തില് ചെറിയ ഭൂമിയോ ടെറസിലോ അല്ല ഗ്രോ ബാഗില് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അവർക്ക് പറ്റിയിട്ട് നമുക്കിപ്പോ ഈ ചാണകം മറ്റേതൊക്കെ ആക്സസബിൾ അല്ല, ഗോമൂത്രമൊക്കെ അത്രേ. നമുക്ക് പറ്റിയ നമ്മൾ നഗരത്തിലുള്ളവർക്ക് ചെറിയ പച്ചക്കറി കൃഷി, ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നവർക്ക്, ചെറിയ തോതിൽ നമ്മളിപ്പോ നമുക്ക് ആവശ്യമുള്ള അത്ര ചെയ്യുന്നവർക്ക് പറ്റിയ വളപ്രയോഗം എന്താണ്? അപ്പൊ ഞാന് അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഒരു WDC വേസ്റ്റ് ഡീകമ്പോസർ, അതുപോലെ തന്നെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ടെക്നോളജി ആയിട്ടുള്ള നാനോ ടെക്നോളജി ഉപയോഗിച്ചു കൊണ്ടുവരുന്ന ഇഫ്കോയുടെ കുറെ വളങ്ങളുണ്ട്. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഒരു മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ ഞാൻ ആ കുപ്പി കാണിച്ചു തരാം. ഒറ്റ മിനിറ്റ്. ഇത് നാനോ യൂറിയ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇത് നാനോ യൂറിയ ആണ്. ഇത് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടികൾക്ക് കൊടുക്കാം. ഇനി ഇത് DAP ആണ്, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇതും ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാം. ഇതിനൊന്നും അധികം വില വരുന്നില്ല. 500 മില്ലി മേടിച്ചാൽ നിങ്ങൾക്ക് ഇതിന് 500 മില്ലിക്ക് 600 രൂപയൊക്കെ പറയുന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്ക് തന്നെ കിട്ടും. ഇത് നമുക്ക് ഡയലൂട്ട് ചെയ്ത് ഇഷ്ടം പോലെ ഉപയോഗിക്കാവുന്നതാണ്. അതിൽ തന്നെ മൈക്രോന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയതാണ് സാഗരിക ഗോൾഡ്. ഞാൻ ഇതിന്റെ പരസ്യമായിട്ടല്ല പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കുപ്പി 1/2 ലിറ്റർ വീതം മേടിച്ചു വെച്ചാൽ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് നമ്മുടെ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ, ഇത് കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് കേട്ടോ. ഈ ഇഫ്കോ എന്ന് പറയുന്നത് കർഷകർ കംപ്ലീറ്റ് സഹകരണത്തോടു കൂടി നടത്തുന്നതാണ്, ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥാപനമല്ല. ഇത് നമ്മുടെ കർഷകരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ഇത് നമുക്ക് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ എല്ലാ കാര്യങ്ങളും ഓക്കെ. പിന്നെ ഏറ്റവും അവസാനം ഞാൻ ആ സ്ലൈഡിൽ കാണിച്ചിരുന്നു, പിന്നെ ന്യൂട്രിയൻ സ്റ്റിക്കുകൾ. നല്ലൊരു കാര്യമാണ്. അത് നമുക്ക് എന്താ പറയാ, നമുക്ക് പൂച്ചെടി ആയാലും എന്തായാലും ഒരു കമ്പൊന്ന് കുത്തിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നനച്ചു കൊടുത്താൽ മാത്രം മതി. നമുക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൃഷി ചെയ്യാം. ഇനി 1 സെന്റ് സ്ഥലത്ത് സംയോജിത കൃഷി രീതി എന്ന് പറഞ്ഞിട്ടൊരു കൃഷി രീതി ഉണ്ട്. എന്റെ ഫോട്ടോ നമുക്ക് ലാസ്റ്റ് ഇടാം. അതിനകത്ത് 1 സെന്റ് സ്ഥലത്ത് നമുക്ക് പശു, ആട്, കോഴി, താറാവ്, മുയല്, പച്ചക്കറി എന്ന് വേണ്ട എല്ലാ സംഗതികളും കൃഷി ചെയ്യാൻ പറ്റുന്ന ഗിഗിൻസ് സാറിന്റെ, കേരള സർവകലാശാലയിലെ പ്രൊഫസർ ഗിഗിൻസ് സാറിന്റെ മോഡൽ ഫാമിംഗ് ആണ്, ഒരു സംയോജിത കൃഷി സമ്പ്രദായമാണത്. നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും. ചെറിയ 2-3 ചെറിയ പിന്നെ പോരായ്മകളുണ്ട്. അത് നികത്തിക്കൊണ്ടിരിക്കുകയാണ് സാറിന്റെ ഏറ്റവും ഫൈനലായിട്ട് വരികയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും, സ്ഥലമില്ലാത്തടത്തും, ടെറസിൽ പോലും 1 സെന്റ് എന്ന് പറഞ്ഞാൽ 400 സ്ക്വയർ ഫീറ്റ്. അപ്പൊ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 20 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള ഒരു സ്ഥലം കിട്ടിയാൽ മതി. അത്രയും ചെറിയ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ ക്യാപ്സൂൾ, നേരത്തെ പറഞ്ഞ ക്യാപ്സൂളും ഇതേപോലെ തന്നെ ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ മാഡം വേറെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെമിനാർ വൈൻഡപ്പ് ചെയ്യാം.